പുതിയ ഒരു അപ്ഡേഷനുണ്ട്. ബിഗ് ബോസിൻ്റെ വീഡിയോസ് 15 സെക്കൻഡിൽ കൂടുതൽ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫോണിലെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു 2 ആഴ്ച പ്രോഗ്രാം ഹിറ്റാവുന്ന വരെ കോപ്പിറൈറ്റ് ഒന്നും കിട്ടത്തില്ല. അതിനുശേഷം പലർക്കും കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇതിനകത്ത് അറിയാതെ കാണിച്ചു പോയി അതെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. 2 ആഴ്ച കഴിയുമ്പോൾ പലരുടെയും ചാനൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞാനൊരു മുന്നറിയിപ്പായിട്ട് തന്നതാണേ. ഫസ്റ്റിലെ ഒരു ടാസ്ക് ചിറ്റ് വന്നു. 6 ചിറ്റോളം ഉണ്ട്. അതൊരു ബൗളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ടാസ്ക് പെർഫോം ചെയ്യുന്നത് അക്ബർ, ആദില, നൂറ 3 പേരാണ്. അപ്പോൾ അവർ ആ ചിറ്റ് എടുക്കുന്നു. ഓരോ ചിറ്റിലും കൊടുത്തിരിക്കുന്നത് സമയക്രമവും പോയിന്റുകളുമാണ് ഓരോ ചിറ്റിലും കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചിറ്റിൽ കൊടുത്തിരിക്കുന്നത് 15 സെക്കൻഡും 600 പോയിന്റും, രണ്ടാമത്തതിൽ 15 സെക്കൻഡും 575, അങ്ങനെ കുറഞ്ഞ് വരും. അപ്പം 16 പോയിന്റ് ആകുമ്പോഴത്തേക്ക് 575 പോയിന്റ്, അങ്ങനെ കുറഞ്ഞ് വരും. 18 സെക്കൻഡിൽ 525 പോയിന്റ്, 19 സെക്കൻഡിൽ 500 പോയിന്റ്, 20 സെക്കൻഡിൽ 16 സെക്കൻഡും 575 പോയിന്റുമാണ് അവർക്ക് കിട്ടിയത്. നമുക്ക് ഇഷ്ടമുള്ള സ്വന്തവും എടുക്കാം, മറ്റുള്ളവരുടെ സാധനങ്ങളും എടുക്കാം, ഇഷ്ടമുള്ള പോലെ. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സമയമാണ്. 15 സെക്കൻഡിൽ മാക്സിമം സാധനം എടുക്കുന്നത് മാത്രമല്ല, ഈ സാധനം നമ്മൾ വെളിയിലെ ബോക്സിൽ നിക്ഷേപിക്കുകയും വേണം ബസർ അമർത്തുന്നതിന് മുന്നേ. ഇതാണ് ഭയങ്കര വെല്ലുവിളി. നമസ്കാരം, എല്ലാവർക്കും താരൂസ് വെയിലേക്ക് സ്വാഗതം. ആദ്യത്തെ പണിപ്പുര ടാസ്ക് പാളിപ്പോയി മക്കളെ, പാളിപ്പോയി. ഫസ്റ്റ് ചാൻസ് ആയിരുന്നു, പാളിപ്പോയി. എന്തെന്ന് വെച്ചാൽ അത്യാഗ്രഹിക്ക് ഉള്ളതും നശിക്കുമെന്ന് പറയുന്നത് ഇവിടെ അർത്ഥവത്തായി. കാരണം എല്ലാവരും കൂടെ ഉള്ള ഒരു തീരുമാനമാണ്, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവരും ചേർന്ന് തീരുമാനിച്ചതെന്ന് വെച്ചാൽ 3 പേരും, അതായത് അക്ബർ, ആദില, നൂറ 3 പേരും കൂടെ ചേർന്ന് ബസർ മുഴങ്ങുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് പോകുന്നു, മാക്സിമം സാധനം എടുക്കുന്നു, ഓടി പുറത്തിറങ്ങുന്നു എന്നതായിരുന്നു തീരുമാനം. പക്ഷെ അത് ഫ്ലോപ്പ് ആയിപ്പോയി. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ഒരു ടാസ്കിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം ടൈമിംഗ് ആണ്. 15 സെക്കൻഡ് 575 പോയിന്റ്. അപ്പം ഫുഡ് ഐറ്റംസിനൊന്നും വലിയ പോയിന്റ്സ് ഇല്ല, നമുക്ക് മാക്സിമം ഫുഡ് എടുക്കാം. പക്ഷേ ചപ്പൽസ് ആണെങ്കിലും നമ്മുടെ ടോപ്പുകളാണെങ്കിലും മേക്കപ്പ് സാധനങ്ങൾ അതിനെല്ലാം പോയിന്റ് കൂടുതല, കുറച്ച് സാധനമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പേഴ്സണൽ ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ മേക്കപ്പ്സ്, അങ്ങനെയുള്ള കുറേ ജനറൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അങ്ങനെ 3 ബോക്സ് ഉണ്ടേ. അപ്പോഴത്തേക്ക് ഇവരെന്താ ചെയ്തു, ബസർ സൗണ്ട് കേട്ടതും ഇവർ 3 പേരും ഓടി അകത്ത് കയറിയിട്ട്, പിന്നെ 15 സെക്കൻഡാണേ, ഇവർ കണ്ടതൊക്കെ കൈ കിട്ടുന്നതെല്ലാം വാരിയെടുത്തു. പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവർക്ക് ടൈമിംഗ് അറിയാൻ പറ്റത്തില്ല, വെളിയിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് കേൾക്കാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. ഇവരവിടെ നിന്ന് 3 പേരും എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ബസർ മുഴങ്ങി. അപ്പോഴേ ഫ്ലോപ്പായി. പിന്നെ ഓടി വന്ന് ഓരോ ബാസ്ക്കറ്റിലായിട്ട് ഇട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലോപ്പായി സംഭവം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, എല്ലാ സാധനങ്ങളും തിരിച്ചു വെക്കേണ്ടി വന്നു. ഒരു സാധനവും കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര ദുഃഖകരമായ അവസ്ഥ. ഇത്രയും മത്സരിച്ച് കളിക്കുകയും ചെയ്ത് ഒന്നും കിട്ടാത്തൊരവസ്ഥ. അപ്പം മാക്സിമം ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഫുഡ് ഐറ്റംസ് തോനെ എടുക്കട്ടെ എന്ന് പറഞ്ഞാണ് ഫുഡ് ഐറ്റംസിന് കുറച്ച് പോയിന്റ് വെച്ചിരുന്നത്. അപ്പം എന്ത് ചെയ്യാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.